നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൺസർവേറ്റീവ് പാർട്ടിക്കും ലേബർ പാർട്ടിക്കും കനത്ത ആശങ്കയായി റിഫോം യുകെയിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്ക്. നേതാക്കളുടെ കൂടുമാറ്റം വിനയായി കൺസർവേറ്റീവ് പാർട്ടി നേതൃത്വം. റോസിൻഡൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ റിഫോം യുകെയിലേക്ക് ചേക്കേറുന്ന മൂന്നാമത്തെ പ്രധാനിയായ ടോറി നേതാവ്. ഷാഗോസ് ദ്വീപ് സമൂഹത്തിന്റെ കാര്യത്തിൽ ടോറി നേതാക്കളുടെ നുണകളും വഞ്ചനയും തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹം പാർട്ടി വിട്ടതെന്ന് ഫരാഖ്. രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറി ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ. സാമ്പത്തിക രംഗത്ത് വരാൻ പോകുന്ന ചില മാറ്റങ്ങൾ 2026 ഏറെ പ്രധാനപ്പെട്ട ഒരു വർഷമാക്കി മാറ്റും. സാധാരണക്കാർക്ക് സന്തോഷം നൽകുന്ന മാറ്റവുമായി നാഷണൽ ലിവിംഗ് വേജിൽ വരുന്ന വർധനവ്. 21 വയസ്സിനും അതിന് മുകളിലുമുള്ളവർക്ക് 4.1% നാഷണൽ ലിവിംഗ് വേജസ് വർധനവ്. വരുമാന നികുതി നൽകേണ്ടുന്ന വരുമാന പരിധി വർദ്ധിപ്പിക്കാത്തത് പലർക്കും പാരയാകുമെന്ന് ആശങ്ക. സാധാരണ നിരക്കിൽ നികുതി നൽകുന്ന പലർക്കും ഇനി മുതൽ നൽകേണ്ടതായി വരുന്നത് 40% നികുതി. ബ്രിട്ടനിൽ താമസമാക്കിയ വിദേശികൾക്കും ഒപ്പം അവരുടെ തൊഴിൽദായകർക്കും വളരെ പ്രധാനപ്പെട്ട വർഷമായി 2026. കോർപ്പറേറ്റുകൾക്ക് ഏറെ നിർണായകമായ വർഷമായി 2026 മാറും. കാരണം കുടിയേറ്റ നിയമത്തിലെ ഭേദഗതികൾ. ഫെബ്രുവരി 25 മുതൽ ബ്രിട്ടൻ സന്ദർശിക്കുന്നതിന് വിസ ഒഴിവായ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പോലും ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ നടപ്പാക്കുന്നത് പോലുള്ള നടപടികൾ കുടിയേറ്റം ഏറെ ക്ലേശകരമാക്കുമെന്നും വിലയിരുത്തൽ. PR-നുള്ള സമയപരിധി നീട്ടാനുള്ള നീക്കവുമായി സർക്കാർ. തെക്കൻ സ്പെയിനിൽ 2 അതിവേഗ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ 21 മരണം. ഗുരുതരമായി പരിക്കേറ്റത് 73 പേർക്ക്. രക്ഷാപ്രവർത്തനം തുടരുന്നു. 2024 അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ അധികാരത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ നിർണായക പങ്ക് വഹിച്ച ലാറ്റിനോ വോട്ടർമാർക്കിടയിൽ അതൃപ്തി. മാറ്റം വരാത്ത സമ്പദ് വ്യവസ്ഥയും വിലക്കയറ്റവും ലാറ്റിനോ വോട്ടർമാർക്കിടയിൽ നിരാശയ്ക്ക് കാരണം. സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന രീതിയിലും വിലക്കയറ്റ നിയന്ത്രണത്തിലും ട്രംപ് പരാജയപ്പെട്ടുവെന്ന് ആരോപണം. ട്രംപിന്റെ കടുത്ത കുടിയേറ്റ നടപടികളെ എതിർത്ത് 70% ലാറ്റിനോകളും രംഗത്ത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ തിങ്കളാഴ്ച ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനും തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും. ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കാൻ ഡൽഹി. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര പ്രഖ്യാപനം. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം തടഞ്ഞ നടപടിയിൽ പ്രതിഷേധിച്ച് ബദൽ ദേശീയ പുരസ്കാരവുമായി തമിഴ്നാട് സർക്കാർ. മലയാളം ഉൾപ്പെടെ 7 പ്രധാന ഇന്ത്യൻ ഭാഷകളിലും തമിഴിലും മികച്ച സാഹിത്യ സൃഷ്ടികൾക്ക് ഇനി തമിഴ്നാട് സർക്കാർ പുരസ്കാരം നൽകുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. സെമ്മൊഴി സാഹിത്യ പുരസ്കാരം എന്ന് പേരിട്ടിരിക്കുന്ന അവാർഡിന് സമ്മാനമായി ലഭിക്കുക 5 ലക്ഷം രൂപയും ഫലകവും. ഡിസംബർ 18 ഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപനം അവസാന നിമിഷം തടഞ്ഞത് സാംസ്കാരിക മന്ത്രാലയം. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിനോട് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മന്ത്രിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയെന്ന് VD സതീശൻ. സജി ചെറിയാന്റേത് വിദ്വേഷ പ്രസ്താവനയാണെന്നും വർഗീയത ആളിക്കത്തിക്കുന്നത് തലമുറകളുള്ള ക്രൂരതയാണെന്നും തുറന്നടിച്ച് പ്രതിപക്ഷ നേതാവ്. വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ. പറഞ്ഞതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ചില മാധ്യമങ്ങൾ കൊടുത്തതെന്ന് മന്ത്രി. കേരളത്തിലെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും വിമർശനം. RSS ഉയർത്തുന്ന ഭൂരിപക്ഷ വർഗീയതയെ വളർത്താൻ കഴിയുന്ന സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. വാർത്തകൾ വിശദമായി. യുകെയിൽ അധികാരം മാറി മാറി കൈയടക്കി വെച്ചിരുന്ന കൺസർവേറ്റീവ് പാർട്ടിക്കും ലേബർ പാർട്ടിക്കും കനത്ത ആശങ്കയായി റിഫോം യുകെയിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്ക്. ലേബറിന് ഭരണം നഷ്ടപ്പെടുമെന്ന ആശങ്ക നിലനിൽക്കുമ്പോൾ കൺസർവേറ്റീവ് പാർട്ടി നേതൃത്വത്തിന് നേതാക്കളുടെ കൂടുമാറ്റമാണ് വിനയാകുന്നത്. 25 വർഷക്കാലമായ റോംഫോർഡിൽ നിന്നുള്ള MPയും ഷാഡോ മന്ത്രിയുമായ ആൻഡ്രൂ റോസിൻഡലാണ് ഏറ്റവും ഒടുവിലായി കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നും റിഫോം യുകെയിലേക്ക് എത്തിയ മുതിർന്ന പാർട്ടി നേതാവ്. ഷാഗോസ് ദ്വീപ് സമൂഹങ്ങളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ പാർട്ടി നിലപാടാണ് പാർട്ടി മാറാൻ ഇടയാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. 14ാമത്തെ വയസ്സ് മുതൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന റോസിൻഡൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ റിഫോം യുകെയിലേക്ക് ചേക്കേറുന്ന മൂന്നാമത്തെ പ്രധാനിയായ ടോറി നേതാവാണ്. നേരത്തെ ഷാഡോ ജസ്റ്റിസ് സെക്രട്ടറി റോബർട്ട് ജെൻഡിക്കും മുൻ ചാൻസലർ നദീം സഹാവിയും റിഫോമിൽ എത്തിയിരുന്നു. ജെൻഡിക് മാറിയ ഉടൻ തന്നെ ഷാഡോ ക്യാബിനറ്റിൽ നിന്നും മറ്റാരും പോവുകയില്ല എന്ന് ഉറപ്പുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് കെമി ബേഡ്നോക്ക് പറഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് ഇപ്പോൾ റോസിൻഡൽ പാർട്ടി മാറുന്നതെന്നത് ശ്രദ്ധേയമാണ്. ആൻഡ്രൂ റോസിൻഡൽ ഒരു തികഞ്ഞ രാജ്യസ്നേഹിയാണെന്നായിരുന്നു റിഫോം നേതാവ് നൈജൽ ഫരാഗ് വിശേഷിപ്പിച്ചത്. ഷാഗോസ് ദ്വീപ് സമൂഹത്തിന്റെ കാര്യത്തിൽ ടോറി നേതാക്കളുടെ നുണകളും വഞ്ചനയും തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹം പാർട്ടി വിട്ടതെന്നും ഫരാഗ് പറയുന്നു.
മെയ് 7 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ വരവ് പാർട്ടിക്ക് കൂടുതൽ കരുത്ത് പകരുമെന്നും പരാഗ് പറഞ്ഞു. എക്സിലൂടെയാണ് റോസിൻഡൽ താൻ പാർട്ടി മാറുന്ന വിവരം അറിയിച്ചത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപ് മൗറീഷ്യസിന് കൈമാറുക വഴി ആ മേഖലയിൽ രാജ്യത്തിന്റെ പരമാധികാരം സർക്കാർ അടിയറവ് വയ്ക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. ബ്രിട്ടീഷ് പരമാധികാരം ഒരു വിദേശ രാജ്യത്തിന് മുന്നിൽ അടിയറവ് വയ്ക്കാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും കൈകോർക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. കെമി ബാഡ്നോക്ക് പാർട്ടിയെ മുന്നോട്ട് നയിക്കില്ല എന്ന പ്രതീക്ഷ തെറ്റിയതോടെയാണ് നേതൃപദവി കൊതിച്ച റോബർട്ട് ജെന്റിക് പാർട്ടിയിൽ നിന്നും കൂടുമാറിയതെന്നാണ് കരുതുന്നത്. റീഫോമിലേക്ക് പോയ മുൻ പാർട്ടിക്കാരന് ഭ്രാന്താണെന്നാണ് ടോറി പാർട്ടി നേതാക്കളുടെ വിമർശനം. സ്വന്തം നേട്ടം ലക്ഷ്യമിട്ടാണ് ഈ മറുകണ്ഠം ചാടലെന്നാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത്. അതേസമയം ടോറികൾ വോട്ടർമാരെ ചതിച്ചെന്നാണ് റീഫോമിലെത്തിയ ജെന്റിക്കിന്റെ വാദം. പാർട്ടിക്ക് വഴി നഷ്ടമായെന്നും യഥാർത്ഥ മാറ്റത്തെ അംഗീകരിക്കാനുള്ള ശേഷിയില്ല എന്നുമാണ് ആരോപണം. അടുത്ത തെരഞ്ഞെടുപ്പിൽ ബ്രിട്ടന് ശരിയായ ഗവൺമെന്റിനെ ലഭിച്ചില്ല എങ്കിൽ രാജ്യം ശരിയാക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള അവസ്ഥയിലെത്തുമെന്നും ജെന്റിക് പറയുന്നു. ഇനി ഈ തലവേദന നിഗൽ ഫരാഗിന്റേതാണെന്നാണ് ജെന്റിക്കിനെ പുറത്താക്കിയ ബാഡനോക്ക് പ്രതികരിച്ചത്. പ്രമുഖനായ ഒരു ലേബർ നേതാവ് റിഫോം യുകെയിലെത്തുമെന്നും അക്കാര്യം ചൊവ്വാഴ്ച പ്രഖ്യാപിക്കുമെന്നുമായിരുന്നു റിഫോം നേതാവ് നൈജൽ ഫരാഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ലേബർ പാർട്ടിയിൽ നിന്നും പ്രമുഖനായ ഏതെങ്കിലും ഒരു നേതാവ് റിഫോം യുകെയിൽ എത്തിയാൽ അത് തീർച്ചയായും പാർട്ടിക്കും നേതാവ് കീർ സ്റ്റാർമർക്കും ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ കുറച്ചുകാലമായി ഒരു പ്രധാന രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക രംഗത്ത് വരാൻ പോകുന്ന ചില മാറ്റങ്ങൾ അതുകൊണ്ട് തന്നെ 2026 ഏറെ പ്രധാനപ്പെട്ട ഒരു വർഷമാക്കി മാറ്റുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. പേഴ്സണൽ ഇൻഡിപെൻഡന്റ് പേയ്മെന്റ് പോലുള്ള ചില വിഷയങ്ങളിൽ സർക്കാർ മലക്കം മറിയുകയോ അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത് വൈകിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ വരാൻ പോകുന്ന ചില അതിപ്രധാനമായ മാറ്റങ്ങൾ വലുതാണ്. അതിൽ സാധാരണക്കാർക്ക് ഏറ്റവും സന്തോഷം പകരുന്ന കാര്യം നാഷണൽ ലിവിംഗ് വേജിൽ വരുന്ന വർധനവാണ്. 2026 ഏപ്രിൽ മുതലായിരിക്കും പുതിയ വേതനം നിലവിൽ വരിക. അതിൽ ഏറ്റവും അധികം വർധനവ് ലഭിക്കുക 18-നും 20-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ്. ഏകദേശം 8.5% വർദ്ധിച്ച് അവരുടെ വേതനം മണിക്കൂറിൽ 10.85 പൗണ്ട് ആകും. തൊട്ടുതാഴെ അപ്രന്റീസുമാരും 16-ഉം 17-ഉം വയസ്സുള്ളവരുമുണ്ട്. അവരുടെ വേതനം 6% വർദ്ധിച്ച് മണിക്കൂറിൽ 8 പൗണ്ട് ആകും. അതേസമയം 21 വയസ്സിനും അതിന് മുകളിലുമുള്ളവർക്ക് നാഷണൽ ലിവിംഗ് വേജസിൽ ഉണ്ടാകുന്ന വർധനവ് 4.1% ആയിരിക്കും. മണിക്കൂറിൽ 12.71 പൗണ്ട് വീതമായിരിക്കും അവർക്ക് വരുന്ന ഏപ്രിൽ മുതൽ ലഭിക്കുക. അതായത് 21 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പൂർണ്ണസമയ തൊഴിലാളിക്ക് പ്രതിവർഷം 900 പൗണ്ട് കൂടുതൽ ലഭിക്കും എന്നർത്ഥം. കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ ഈ പ്രായക്കാർക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ വേതന വർധനവാണിത്. എന്നാൽ വരുമാന നികുതി നൽകേണ്ടുന്ന വരുമാന പരിധി വർദ്ധിപ്പിക്കാത്തത് പലർക്കും പാരയായി മാറും. വേതന വർധനവിനൊപ്പം ഈ പരിധി വർദ്ധിപ്പിക്കാത്തതിനാൽ കൂടുതൽ പേർ നികുതി വലയത്തിൽ എത്തുമെന്ന് മാത്രമല്ല, ഇപ്പോൾ സാധാരണ നിരക്കിൽ നികുതി നൽകുന്ന പലർക്കും ഇനി മുതൽ 40% നിരക്കിൽ നികുതി നൽകേണ്ടതായി വരും. 2031 വരെയാണ് വരുമാന നികുതിക്കുള്ള ശമ്പള പരിധി മരവിപ്പിച്ചിരിക്കുന്നത്. അതിനു പുറമെ ഓഹരികളിൽ നിന്നുള്ള ലാഭവിഹിതത്തിനു മേലുള്ള നികുതിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു സുപ്രധാന മാറ്റം വരുന്നത് സ്റ്റേറ്റ് പെൻഷൻ പ്രായത്തിലാണ്. വരുന്ന ഏപ്രിൽ മുതൽ അത് 67 വർദ്ധിക്കും. മറ്റൊന്ന് ISA ലഭിക്കുന്ന നികുതി ഇളവാണ്. ഇപ്പോൾ 20,000 പൗണ്ട് വരെ നികുതിയില്ലാതെ ISAയിൽ നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ അങ്ങനെ സാധിക്കുന്ന അവസാനത്തെ വർഷമാണിത്. 2027 മുതൽ ഈ പരിധി 12,000 പൗണ്ടായി കുറയും. 8,000 പൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ISAയിൽ ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് 20,000 പൗണ്ടിനുള്ള ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ബ്രിട്ടനിൽ താമസമാക്കിയ വിദേശികൾക്കും ഒപ്പം അവരുടെ തൊഴിൽദായകർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരിക്കും 2026 എന്നാണ് നിയമജ്ഞർ വിലയിരുത്തുന്നത്. തൊഴിൽ, തൊഴിലാളി നിയമനം എന്നിവയുമൊക്കെയായി ബന്ധപ്പെട്ട കോർപ്പറേറ്റുകൾക്ക് ഏറെ നിർണായകമായ ഒരു വർഷം കൂടിയായിരിക്കും ഇത്. ഹോം ഓഫീസിന്റെ പരിഗണനയിലിരിക്കുന്ന കുടിയേറ്റ നിയമത്തിലെ ഭേദഗതികളാണ് അതിന് കാരണമാവുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി 8-ന് നിലവിൽ വന്ന സ്കിൽഡ് വർക്കർ വിസയ്ക്കുള്ള ഇംഗ്ലീഷ് പ്രാവീണ്യ നിലവാരം ഉയർത്തിയത് ഉൾപ്പെടെയുള്ള നടപടികൾ ദൂരവ്യാപകമായ പ്രത്യാഘാതം തന്നെ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഫെബ്രുവരി 25 മുതൽ ബ്രിട്ടൻ സന്ദർശിക്കുന്നതിന് വിസ ഒഴിവാക്കിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പോലും ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ നടപ്പാക്കുന്നത് പോലുള്ള നടപടികൾ കുടിയേറ്റമേറെ ക്ലേശകരമാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, ഏതെല്ലാം തസ്തികകൾ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിൽ ഇടം പിടിക്കുമെന്ന കാര്യം പുനഃപരിശോധനയ്ക്ക് ശേഷം ജൂലൈയിൽ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി തീരുമാനിക്കും. ഇതിൽ ബഹുരാഷ്ട്ര കമ്പനികളെ ഏറെ ആശങ്കയിലാഴ്ത്തുന്ന കാര്യം PR-നുള്ള സമയപരിധി നീട്ടാനുള്ള സർക്കാരിന്റെ നീക്കമാണ്. ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാൻ 5 വർഷം താമസിക്കണമെന്നുള്ളത് 10 വർഷമായി വർദ്ധിപ്പിക്കുന്നത് സ്പോൺസർമാർക്ക് കനത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് വിവിധ പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. 2026 ഏപ്രിൽ മുതൽ നടപ്പിലാക്കിയാൽ തൊഴിലുടമകൾക്ക് വിദേശ റിക്രൂട്ട്മെന്റുകൾ ഏറെ ചെലവേറിയ ഒരു കാര്യമായി മാറും. മറ്റൊരു തിരിച്ചടി ഗ്രാജുവേറ്റ് റൂട്ടിലാണ് സംഭവിക്കുക. നിലവിൽ ഈ വഴി വരുന്നവർക്ക് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം 2 വർഷം വരെ ബ്രിട്ടനിൽ തുടരാൻ അവകാശമുണ്ട്. 2027 ജനുവരി മുതൽ ഇത് 18 മാസമായി വെട്ടിച്ചുരുക്കുകയാണ്. ഇതും സമർത്ഥരായ വിദേശ തൊഴിലാളികളെ ജോലിയിലെടുക്കുന്നതിൽ നിന്നും തൊഴിലുടമകളെ വലിയൊരു പരിധിവരെ തടയുമെന്നത് ഉറപ്പാണ്. അതിനോടൊപ്പം വർക്കർ വിസയിലെത്തുന്നതിനുള്ള മിനിമം ശമ്പള പരിധി 41,700 പൗണ്ടായി ഉയർത്തിയതോടെ പല തസ്തികകളിലേക്കും വിദേശ റിക്രൂട്ട്മെന്റ് അസാധ്യമായിരിക്കുകയാണ്. നേരത്തെ വിദേശ റിക്രൂട്ട്മെന്റ് സാധ്യമായിരുന്ന ജനറൽ വിഭാഗത്തിലെ 180ഓളം തസ്തികകളിൽ ഇനി അത് അസാധ്യമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കർക്കശമായ തൊഴിലാളി അവകാശ സംരക്ഷണ നിയമങ്ങളും നാഷണൽ ഇൻഷുറൻസ് വിഹിതവും മിനിമം വേതനവും വർദ്ധിപ്പിച്ചതിലൂടെ വന്ന അധിക സാമ്പത്തിക ബാധ്യതയുമെല്ലാം മിക്ക സ്ഥാപനങ്ങളെയും
പുതിയ റിക്രൂട്ട്മെന്റുകൾ മരവിപ്പിക്കാൻ നിർബന്ധിതമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിനിടയിൽ കൂടുതൽ കർശനമായ വിസ നിയന്ത്രണങ്ങൾ കൂടി വരുന്നതോടെ ബ്രിട്ടനിലെ വിദേശ തൊഴിലാളികൾ കൂടുതൽ ആശങ്കയിലായിരിക്കുകയാണ്. 3 അപ്പോയിന്റ്മെന്റിന് ശേഷവും രോഗിയുടെ രോഗാവസ്ഥ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ മറ്റൊരു ഡോക്ടറുടെ സഹായം തേടാൻ വഴിയൊരുക്കുന്ന പുതിയ സിസ്റ്റം നിലവിൽ വന്നു. ജസ്റ്റ് റൂൾ എന്നറിയപ്പെടുന്ന നിയമം ഈ ആഴ്ച ഇംഗ്ലണ്ടിലെ എല്ലാ GP പ്രാക്ടീസുകളിലും പരസ്യപ്പെടുത്തും. 20 തവണ സർജറിക്ക് ശേഷം 2020 മരിച്ച 27-കാരി ജെസിക്ക ബ്രാഡിയുടെ പേരിലാണ് നിയമം. സെപ്റ്റംബറിൽ പ്രാബല്യത്തിലെത്തിയ നിയമം വഴി ഒഴിവാക്കാവുന്ന മരണങ്ങൾ തടയുകയും ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾ കണ്ണിൽപ്പെടാതെ പോകുന്നത് ഒഴിവാക്കാനുമാണ് ശ്രമിക്കുന്നത്. പുതിയ നിയമം അനുസരിച്ച് ഡോക്ടർമാരോട് രണ്ടാമതൊരു അഭിപ്രായം തേടാനും രോഗികളെ നേരിൽ കണ്ട് പരിശോധന നടത്താനും കൂടുതൽ ടെസ്റ്റുകൾ നൽകാനുമാണ് ആവശ്യപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ 6170 GP പ്രാക്ടീസുകളിലും ഇത് സംബന്ധിച്ച പോസ്റ്ററുകൾ പതിപ്പിക്കും. പ്രാഥമിക ചിന്തകൾ മാറ്റിവെച്ച് രോഗികളുടെ സുരക്ഷയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കാൻ പദ്ധതി ഫാമിലി ഡോക്ടർമാരെ പ്രേരിപ്പിക്കുമെന്ന് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു. എയർബസിൽ എഞ്ചിനീയർ ആയിരുന്ന ബ്രാഡി 6 മാസക്കാലമാണ് തന്റെ വയറുവേദനയും ഛർദിലും ചുമയും ഭാരം കുറയുന്നതുമായി ബന്ധപ്പെട്ട് GP സർജറിയെ ബന്ധപ്പെട്ടത്. കോവിഡ് കാലമായതിനാൽ ലോങ് കോവിഡ് ലക്ഷണമാണെന്ന പേരിൽ ചെറുതാക്കി കാണിച്ച അവസ്ഥ ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. ഒരു ഡോക്ടറെ പ്രൈവറ്റായി പണം നൽകി കണ്ടതിനു ശേഷമായിരുന്നു ഇത്. എന്നാൽ 3 ആഴ്ച കഴിയുമ്പോൾ ബ്രാഡി ആശുപത്രിയിൽ മരണമടഞ്ഞു. ബ്രിട്ടീഷ് തലസ്ഥാനം മാറുകയാണ്. ഒരു കാലത്ത് ലോകമാകമാനമുള്ള ആളുകളുടെ സ്വപ്ന നഗരിയായിരുന്നു ലണ്ടൻ. എന്നാൽ ഇന്ന് ഓരോ 75 സെക്കൻഡിലും ഒരാൾ വീതം നഗരം വിട്ട് മറ്റിടങ്ങളിലേക്ക് താമസം മാറുന്നു എന്നാണ് ഡെയിലി മെയിൽ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. 2024-ൽ 4,15,000 പേരാണ് തലസ്ഥാന നഗരം വിട്ട് മറ്റു കൗണ്ടികളിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ ഒക്കെ കുടിയേറിയതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ലണ്ടനിലേക്ക് പുതിയതായി കടന്നു വന്ന 2,87,000 പേരിൽ 1,28,000 പേർ കുടിയേറ്റക്കാരായിരുന്നു. വീടുകളുടെയും അവശ്യ സാധനങ്ങളുടെയും വില വർദ്ധിച്ചതോടെ യുവാക്കളാണ് കൂടുതലും കുടുംബവുമായി ലണ്ടൻ വിട്ടു പോകുന്നതെന്നാണ് ഈ രംഗത്ത് പഠനം നടത്തുന്നവർ പറയുന്നത്. അതോടൊപ്പം കുതിച്ചുയരുന്ന കുറ്റകൃത്യ നിരക്കുകളും ജനങ്ങളെ ഇതിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. ലണ്ടനിൽ കുറ്റകൃത്യങ്ങൾ പെരുകാൻ അനുവദിച്ചത് മേയർ സാദിഖ് ഖാനാണെന്ന് റിഫോം UKയുടെ മേയർ സ്ഥാനാർത്ഥി ലൈല കണ്ണിംഗ്ഹാം ആരോപിക്കുന്നു. ക്രിമിനലുകളുടെ പിടിയിൽ നിന്നും നഗരം തിരിച്ചുപിടിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അവർ പറയുന്നു. ലണ്ടൻ സുരക്ഷിതമല്ല എന്ന കാരണത്താൽ യുവാക്കൾ കൂട്ടമായി നഗരം ുകയാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. താൻ മേയറായാൽ മെറ്റ് പോലീസ് കൈകാര്യം ചെയ്യുക ഗ്രൂമിംഗ് ഗ്യാങ്ങുകളെയും യഥാർത്ഥ ക്രിമിനലുകളെയും ആയിരിക്കുമെന്നും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ചെയ്യുന്നവരെ ആയിരിക്കില്ല എന്നും ലൈല കണ്ണിംഗ്ഹാം വ്യക്തമാക്കുന്നു. ഫോട്ടോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ മാത്രമായി നടക്കുന്ന ഒരു മേയർ ദീർഘകാലം ഭരിച്ചതാണ് നഗരം തകരാൻ ഇടയാക്കിയെന്നും അവർ പറയുന്നു. ഏറ്റവും അധികം ആളുകൾ വിട്ടുപോയത് ന്യൂഹാമിൽ നിന്നാണ്. ഇവിടേക്ക് വന്നവരെക്കാൾ 15,000 പേരാണ് അധികമായി ഇവിടം വിട്ടുപോയത്. ലണ്ടൻ മൊത്തമായി പരിഗണിച്ചാൽ ഇവിടേക്ക് വന്നവരെക്കാൾ 1,28,200 പേരാണ് ഇവിടം വിട്ടുപോയത്. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് രേഖകൾ സൂക്ഷിക്കാൻ തുടങ്ങിയതിനു ശേഷം 2023-ലും 2021-ലും മാത്രമാണ് ഇതിനേക്കാൾ അധികം പേർ നഗരം വിട്ടുപോയിട്ടുള്ളത്. ബർമിംഗ്ഹാം, ലീഡ്സ്, മാഞ്ചസ്റ്റർ തുടങ്ങിയ നഗരങ്ങളുടെ വളർച്ചയും ഇക്കാര്യത്തിൽ ലണ്ടൻ ഒരു പ്രതികൂല ഘടകമായിട്ടുണ്ട്. തെക്കൻ സ്പെയിനിൽ 2 അതിവേഗ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 21 പേർ മരിച്ചു. 73 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഞായറാഴ്ച രാത്രി കർഡോബ നഗരത്തിനടുത്തുള്ള അഡമുസ് പട്ടണത്തിനു സമീപമാണ് അപകടമുണ്ടായത്. മലാഗയിൽ നിന്ന് മഡ്രിഡിലേക്ക് പോവുകയായിരുന്ന അതിവേഗ ട്രെയിൻ പാളം തെറ്റി സമീപത്തെ ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. ഇതിലേക്ക് ട്രാക്കിലൂടെ വന്ന മറ്റൊരു അതിവേഗ ട്രെയിൻ ഇടിച്ചു കയറിയതാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. മഡ്രിഡിൽ നിന്ന് ഹുവൽവയിലേക്ക് പുറപ്പെട്ട ട്രെയിനാണ് ഇടിച്ചു കയറിയത്. 2 ട്രെയിനുകളും പാളം തെറ്റിയതോടെ ഒട്ടേറെ ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം തുടരുന്നു. മലാഗയിൽ നിന്നും പുറപ്പെട്ട ട്രെയിൻ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പാളം തെറ്റിയത്. ഈ ട്രെയിനിൽ 300 യാത്രക്കാർ ഉണ്ടായിരുന്നതായി സർവീസ് നടത്തുന്ന സ്വകാര്യ റെയിൽ കമ്പനി പറഞ്ഞു. അപകടത്തെ തുടർന്ന് മഡ്രിഡിനും അൻഡലൂഷ്യയ്ക്കുമിടയിലുള്ള ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചു. 2024-ലെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ അധികാരത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ നിർണായക പങ്കുവഹിച്ച ലാറ്റിനോ വോട്ടർമാരിലെ ഒരു വിഭാഗം ഇപ്പോൾ അതൃപ്തി പ്രകടിപ്പിക്കുന്നതായി പുതിയ സർവേകളും പ്രതികരണങ്ങളും സൂചിപ്പിക്കുന്നു. സമ്പദ്വ്യവസ്ഥയും വിലക്കയറ്റവുമായിരുന്നു ട്രംപിന് പിന്തുണ നൽകാൻ പലരെയും പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങൾ. എന്നാൽ അധികാരത്തിലെത്തി 1 വർഷം പിന്നിടുമ്പോൾ അതേ വിഷയങ്ങളിലാണ് നിരാശ ഉയരുന്നത്. 2024 തിരഞ്ഞെടുപ്പിൽ ലാറ്റിനോ വോട്ടുകളുടെ 46% ട്രംപിന് ലഭിച്ചു. US ചരിത്രത്തിൽ ഒരു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഏറ്റവും ഉയർന്ന ലാറ്റിനോ പിന്തുണയായിരുന്നു. എന്നാൽ CBS ന്യൂസ് നടത്തിയ പുതിയ സർവേ പ്രകാരം ട്രംപിനുള്ള ലാറ്റിനോ പിന്തുണ ഇപ്പോൾ 38% കുറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരിയിൽ ഇത് 49% ലാറ്റിനോ സമൂഹം US-ൽ 36 ദശലക്ഷത്തിലധികം ആളുകളുള്ള ഏറ്റവും വലിയ ന്യൂനപക്ഷ വോട്ട് ബ്ലോക്കാണ്. ഈ റിസർച്ച് സർവേ അനുസരിച്ച് ട്രംപിനെ വോട്ട് ചെയ്ത ലാറ്റിനോകളിൽ 93% സമ്പദ്വ്യവസ്ഥയാണ് പ്രധാന പ്രശ്നമായി കണ്ടത്. എന്നാൽ ഇപ്പോൾ 61% പേർ സമ്പദ്വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന രീതിയിലും 69% പേർ വിലക്കയറ്റ നിയന്ത്രണത്തിലും ട്രംപ് പരാജയപ്പെട്ടു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. പാൽ, മുട്ട, വീടുകൾ, വാടക എന്നിവയുടെ ഉയർന്ന വില സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് പലരും പറയുന്നു. വിലകൾ കുറയുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു, എന്നാൽ അത് സംഭവിച്ചില്ല എന്ന് കാലിഫോർണിയയിലെ 74-കാരനായ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ജോൺ അസേവേദോ പറഞ്ഞു.
ജോലി വിപണിയിലെ മന്ദഗതിയും ജീവിത ചെലവും ആശങ്ക ഉയർത്തുന്നുവെന്നും സർവേകൾ വ്യക്തമാക്കുന്നു. കുടിയേറ്റ നയവും ലാറ്റിനോ സമൂഹത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ സൃഷ്ടിക്കുന്നു. ട്രംപിന്റെ കടുത്ത കുടിയേറ്റ നടപടികളെ 70% ലാറ്റിനോകളും എതിർക്കുന്നതായി CBS സർവേ പറയുന്നു. IC റെയ്ഡുകളും കൂട്ടനാടുകടത്തലുകളും തൊഴിലിടങ്ങളെയും കുടുംബങ്ങളെയും ബാധിക്കുന്നുവെന്നാണ് വിമർശനം. ചില കർഷക മേഖലകളിൽ തൊഴിലാളികളുടെ അഭാവം മൂലം വിളകൾ നശിക്കുന്ന സാഹചര്യം ഉണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം അതിർത്തി സുരക്ഷയും നിയമവിരുദ്ധ കുടിയേറ്റത്തിനെതിരായ നടപടികളും പിന്തുണയ്ക്കുന്ന ലാറ്റിനോകളുമുണ്ട്. എന്നാൽ നല്ല ജീവിതം തേടിയെത്തിയ നിയമലംഘനമില്ലാത്ത കുടുംബങ്ങളെ ലക്ഷ്യമിടരുത് എന്ന നിലപാടും ശക്തമാണ്. രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ലാറ്റിനോ വോട്ടർമാർ പാർട്ടികളോട് സ്ഥിരമായ അടുപ്പം പുലർത്തുന്നവരല്ല. സാമ്പത്തിക സമ്മർദ്ദങ്ങൾ തുടരുകയാണെങ്കിൽ വരാനിരിക്കുന്ന മിഡ് ടൈം തിരഞ്ഞെടുപ്പുകളിൽ ട്രംപിന് റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ഈ വിഭാഗത്തിന്റെ പിന്തുണ നിലനിർത്തുന്നത് വെല്ലുവിളിയായേക്കും. മിനസോട്ടയിലേക്ക് ആവശ്യമെങ്കിൽ വിന്യസിക്കാൻ തയ്യാറെടുക്കുന്നതിനായി ഏകദേശം 1500 സൈനികർക്ക് പെന്റഗൺ നിർദ്ദേശം നൽകിയതായി US പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് അക്രമം രൂക്ഷമാവുകയാണെങ്കിൽ വിന്യസിക്കാൻ തയ്യാറായിരിക്കണമെന്ന് സൈന്യം ഈ യൂണിറ്റുകൾക്ക് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നു. കാറിൽ നിന്നിറങ്ങാൻ ആവശ്യപ്പെട്ട ICE ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ലംഘിച്ച യുവതിയെ കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് മിനസോട്ടയിൽ പ്രതിഷേധം ആരംഭിച്ചത്. മിനിയപോളിസിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രതിഷേധം നടക്കുന്നതിനിടെ വാഹനത്തിലെത്തിയ യുവതിയോട് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെ യുവതി വാഹനം റിവേഴ്സ് എടുത്തു. ഇതിനെ തുടർന്ന് യുവതിയുടെ മുഖത്ത് 3 തവണ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തു. കവയിത്രിയായ റെനി നിക്കോൾ ഗുഡ് ആണ് കൊല്ലപ്പെട്ടത്. 3 മക്കളുടെ അമ്മയാണ് കൊല്ലപ്പെട്ട റെനി. യുവതിയെ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ വിവാദമായതോടെ മേയർ ജേക്കബ് ഫ്രേ ICE ഉദ്യോഗസ്ഥരോട് തന്റെ നഗരത്തിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. ആളുകളെ ഉപദ്രവിക്കുകയും കുടുംബങ്ങളെ തകർക്കുകയും ചെയ്യുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥരുടെ എന്ന് മേയർ കൂട്ടിച്ചേർത്തു. എന്നാൽ വാഹനത്തെ ആയുധമാക്കി ആഭ്യന്തര തീവ്രവാദത്തിന് ശ്രമിച്ച യുവതിയാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ട്രീസിയ മാക്ലോഗ്ലിൻ അവകാശപ്പെട്ടത്. ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിടുന്നതിൽ നിന്ന് പ്രക്ഷോഭകരെ സംസ്ഥാനം തടഞ്ഞില്ല എങ്കിൽ ഇൻസറക്ഷൻ ആക്ട് ഉപയോഗിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഈ നീക്കം. യുഎസിന്റെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് വിഭാഗം അനധികൃത കുടിയേറ്റക്കാരെ നീക്കുന്നതിനുള്ള നടപടികൾ കടുപ്പിച്ചതിനെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ജനങ്ങളിൽ നിന്ന് പ്രതിഷേധം നേരിടേണ്ടി വന്നിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് നാടുകടത്തുന്നവരാണ് ഇവരുടെ പ്രധാന ചുമതലകളിൽ ഒന്ന്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 121.77 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 90.9 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 105.73 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 65.44 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ തിങ്കളാഴ്ച ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനും തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകളും ഉണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രസിഡന്റ് ആയ ശേഷം അദ്ദേഹത്തിന്റെ 3ാമത്തെ സന്ദർശനമാണിത്. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ, ലോക്കൽ കറൻസി സെറ്റിൽമെന്റ് സംവിധാനം, ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി എന്നിവയിലൂടെ ഇരു രാജ്യങ്ങളും പ്രധാന വ്യാപാര നിക്ഷേപ പങ്കാളികളായി മാറിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് ഡൽഹി ആതിഥേയത്വം വഹിക്കും. ജനുവരി 30, 31 തീയതികളിലാണ് യോഗം. പശ്ചിമേഷ്യയിലെയും ആഫ്രിക്കയിലെയും മന്ത്രിമാർ പങ്കെടുക്കും. അൾജീരിയ, ബഹ്റൈൻ, കോമോറോസ്, ജിബൂട്ടി, ഈജിപ്ത്, ഇറാഖ്, ജോർദാൻ, കുവൈറ്റ്, ലെബനൻ, ലിബിയ, മൗറിറ്റാനിയ, മൊറോക്കോ, ഒമാൻ, പലസ്തീൻ, ഖത്തർ, സൗദി അറേബ്യ, സൊമാലിയ, സുഡാൻ, സിറിയ, ടുണീഷ്യ, UAE, യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ പങ്കെടുക്കും. ഹൊസൂർ വിമാനത്താവളത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് സമർപ്പിച്ച അപേക്ഷ പ്രതിരോധ മന്ത്രാലയം 2ാമതും തള്ളി. ഇവിടത്തെ വ്യോമമേഖല ബാംഗ്ലൂരുവിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്സിന് ആവശ്യമാണെന്ന് കാണിച്ചാണ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. സ്ഥലനിർണ്ണയം പൂർത്തിയാക്കിയ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഹൊസൂർ വിമാനത്താവള നിർമ്മാണത്തിനുള്ള നടപടി തുടങ്ങാൻ ഊർജിത ശ്രമം നടത്തുന്നതിനിടെയാണ് തമിഴ്നാടിന് തിരിച്ചടിയായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം വന്നത്. ഹൊസൂരിൽ വിമാനത്താവളം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തെ വ്യോമപാത പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലാണുള്ളത്. ബാംഗ്ലൂരിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഉള്ളതുകൊണ്ടാണ് ഇതിനടുത്തുള്ള വ്യോമമേഖല പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലേക്ക് മാറിയത്. ചട്ടങ്ങൾ ഇളവ് ചെയ്ത് വിമാനത്താവളത്തിന് അനുമതി നൽകണമെന്ന് അഭ്യർത്ഥിച്ച് തമിഴ്നാട് സർക്കാർ നേരത്തെ പ്രതിരോധ മന്ത്രാലയത്തിന് കത്തയച്ചിരുന്നു. അത് തള്ളിയതിനെ തുടർന്ന് വിശദമായ മറ്റൊരു അപേക്ഷ നൽകി. HAL-ന്റെ പ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിൽ വിമാനത്താവളത്തിന് പ്രവർത്തിക്കാനാകുമെന്ന് വിശദമാക്കിയായിരുന്നു 2ാമത്തെ അപേക്ഷ. ഇത് സംബന്ധിച്ച് സംസ്ഥാനവുമായി ചർച്ച പോലും നടത്താതെയാണ് അനുമതി നിഷേധിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രാലയം കത്തയച്ചതെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര പ്രഖ്യാപനം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം തടഞ്ഞ നടപടിയിൽ പ്രതിഷേധിച്ച് ബദൽ ദേശീയ പുരസ്കാരവുമായി തമിഴ്നാട് സർക്കാർ. മലയാളം ഉൾപ്പെടെ 7 പ്രധാന ഇന്ത്യൻ ഭാഷകളിലും തമിഴിലും മികച്ച സാഹിത്യ സൃഷ്ടികൾക്ക് ഇനി തമിഴ്നാട് സർക്കാർ പുരസ്കാരം നൽകുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രഖ്യാപിച്ചു.
സെമ്മൊഴി സാഹിത്യ പുരസ്കാരം എന്ന പേരിട്ടിരിക്കുന്ന അവാർഡിന് 5 ലക്ഷം രൂപയും ഫലവുമാണ് സമ്മാനമായി ലഭിക്കുക. ഡിസംബർ 18-ന് ഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപനം അവസാന നിമിഷം സാംസ്കാരിക മന്ത്രാലയം ഇടപെട്ട് തടയുകയായിരുന്നു. അക്കാദമി എക്സിക്യൂട്ടീവ് യോഗം അംഗീകരിച്ച പട്ടിക പുറത്തുവിടുന്നതിനാണ് കേന്ദ്രം തടയിട്ടത്. ആദ്യമായാണ് ഒരു സ്വയംഭരണ സ്ഥാപനമായ സാഹിത്യ അക്കാദമിയുടെ തീരുമാനത്തിൽ സർക്കാർ ഇത്തരത്തിൽ നേരിട്ട് ഇടപെടുന്നത്. എൻ പ്രഭാകരന്റെ മായാമനുഷ്യർ എന്ന നോവലിനായിരുന്നു ഇത്തവണത്തെ മലയാളം പുരസ്കാരം നിശ്ചയിച്ചിരുന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സാഹിത്യത്തെയും കലയെയും രാഷ്ട്രീയവൽക്കരിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് സ്റ്റാലിൻ വ്യക്തമാക്കി. സമിതി തിരഞ്ഞെടുത്ത എഴുത്തുകാർക്ക് അവാർഡ് നൽകുമെന്ന് കേന്ദ്രം ഉറപ്പു നൽകാത്ത സാഹചര്യത്തിലാണ് തമിഴ്നാടിന്റെ ഈ നിർണായക നീക്കം. വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ. താൻ പറഞ്ഞതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ചില മാധ്യമങ്ങൾ കൊടുത്തതെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. താനൊരു മതേതരവാദിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് RSS ഉയർത്തുന്ന വർഗീയതയെ ചെറുക്കാൻ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിച്ചേ മതിയാകൂ. ഇന്ന് കേരളത്തിൽ നമ്മൾ അത് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP വിജയിച്ചതിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരാൾ പോലുമില്ല. ഇത് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന അപകടമാണ്. രാജ്യത്തെ 22% വരുന്ന ജനവിഭാഗങ്ങളിൽ ഒരാളെ പോലും BJPയുടെ പേരിൽ പാർലമെന്റിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന അപകടകരമായ അവസ്ഥയുണ്ട്. ഇത് കേരളത്തിൽ വരാൻ പാടില്ല. RSS ഉയർത്തുന്ന വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് തടയാൻ കഴിയില്ല. കേരളത്തിലെ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അതിന് സാധിക്കൂ. കേരളത്തിലെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ആ രാഷ്ട്രീയത്തെയാണ് ഞാൻ എതിർത്തത്. RSS ഉയർത്തുന്ന ഭൂരിപക്ഷ വർഗീയതയെ വളർത്താൻ കഴിയുന്ന സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റി എന്ന് മന്ത്രി സജി ചെറിയാൻ ചൂണ്ടിക്കാണിച്ചു. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിനോട് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മന്ത്രിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണെന്നും മന്ത്രി കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. സജി ചെറിയാന്റേത് വിദ്വേഷ പ്രസ്താവനയാണെന്നും വർഗീയത ആളിക്കത്തിക്കുന്നത് തലമുറകളോടുള്ള ക്രൂരതയാണെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യം ബാലനും ഇപ്പോൾ സജി ചെറിയാനും വിവാദ പ്രസ്താവനകൾ പറയുന്നു. ആപത്കരമായ ഈ പ്രസ്താവനകൾ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് പറയുന്നത്. ഇത് കേരളത്തെ അപകടകരമായ അവസ്ഥയിൽ എത്തിക്കും. കേരളത്തിന്റെ അടിത്തറയ്ക്ക് തീ കൊളുത്തുന്ന രീതിയാണ്. സതീശനും പിണറായിയും നാളെ ഓർമ്മയാകും. എന്നാൽ കേരളം ബാക്കിയുണ്ടാകണം. തീപ്പൊരി വീഴാൻ കാത്തിരിക്കുന്നവർക്ക് തീക്കൊള്ളി നൽകുന്ന നിലപാടാണ് CPM-ന്റേത്. ഇത് CPM-ന്റെ അവസാനത്തിന്റെ ആരംഭമാണെന്നും തന്റെ വാക്കുകൾ ചരിത്രത്തിൽ കുറിച്ചുവെച്ചോളാനും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതേസമയം സമുദായ നേതാക്കളെ പറ്റി മോശമായി പറയില്ല എന്ന് VD സതീശൻ ആവർത്തിച്ചു. സമുദായ നേതാക്കൾക്ക് മുന്നിൽ ഇരുന്നാൽ മതി, കിടക്കേണ്ട എന്നാണ് തന്റെ നിലപാട്. പോകുന്നത് തിണ്ണ നിരങ്ങാനാണ് എന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ പോകാതിരിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ സമുദായങ്ങളെയും ഉൾക്കൊണ്ടുള്ള സമീപനമാണ് കോൺഗ്രസിനുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് പാർട്ടി നയമാണെന്നും രമേശ് ചെന്നിത്തല. സതീശന് നേരെയുള്ള സുകുമാരൻ നായരുടെ വിമർശനം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടാനാണെന്ന വിമർശനത്തിനും അദ്ദേഹം മറുപടി നൽകി. അത് സുകുമാരൻ നായരോട് തന്നെ ചോദിക്കണം. 9 വർഷം അദ്ദേഹവുമായി പിണങ്ങി നിന്നപ്പോൾ ആരും ഇത് ചോദിച്ചിട്ടില്ല എന്ന് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് പാർട്ടിയുടെ നയമാണ്. വർഗീയതയെ എതിർക്കുക എന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നയം. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. അതേസമയം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടു പോകുന്ന സമീപനമാണ് കോൺഗ്രസ് എക്കാലവും കൈക്കൊണ്ടിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയും ഞാനും നേതൃത്വം നൽകിയ കാലത്തും സാമുദായിക സംഘടനകൾ ഞങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസിന്റെ രീതി. എല്ലാ മതസംഘടനകളെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് സമീപനമാണ് കോൺഗ്രസ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സ്വീകരിക്കുന്നത്. NSS, SNDP, ക്രൈസ്തവ സഭകൾ, മുസ്ലിം സംഘടനകൾ, KPMS തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് പാർട്ടി ശ്രമിക്കുന്നതെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ന്യൂസിലൻഡ്. ഇതോടെ പരമ്പര 2-1 കിവികൾ സ്വന്തമാക്കി. ഇൻഡോറിൽ നടന്ന മൂന്നാം ഏകദിനത്തിൽ 41 റൺസിനാണ് ന്യൂസിലൻഡിന്റെ വിജയം. സെഞ്ചുറിയുമായി വിരാട് കോഹ്ലി ഇന്ത്യക്ക് വേണ്ടി പൊരുതിയെങ്കിലും വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ല. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 337 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റ് ചെയ്ത ഇന്ത്യ 296 എല്ലാവരും പുറത്തായി. സെഞ്ചുറി അടിച്ച ഡാരിൽ മിച്ചലിന്റെയും ഗ്ലെൻ ഫിലിപ്സിന്റെയും ബാറ്റിംഗ് മികവിലാണ് ന്യൂസിലൻഡ് മികച്ച സ്കോറിലെത്തിയത്. ഡാരിൽ മിച്ചൽ 131 പന്തിൽ നിന്ന് 137 റൺസും ഫിലിപ്സ് 88 പന്തിൽ നിന്ന് 106 റൺസും നേടി. അവസാന ഓവറിൽ വെടിക്കെട്ട് നടത്തിയ ക്യാപ്റ്റൻ ബ്രേസ്വെൽ 28 റൺസ് നേടി. വില്യം 30 റൺസ് നേടിയിരുന്നു. ഇന്ത്യക്കായി ഹർഷദീപ് സിംഗ് 63 റൺസ് വഴങ്ങി 3 വിക്കറ്റ് നേടിയപ്പോൾ ഹർഷിത് റാണ 84 വഴങ്ങി 3 വീഴ്ത്തി. മികച്ച ബൌളിംഗ് പുറത്തെടുത്ത മുഹമ്മദ് സിറാജ് വെറും 43 റൺസ് വഴങ്ങി 1 വിക്കറ്റ് നേടി. കുൽദീപ് യാദവും വിക്കറ്റ് നേടിയപ്പോൾ രവീന്ദ്ര ജഡേജയ്ക്കും നിതീഷ് കുമാർ റെഡ്ഡിക്കും വിക്കറ്റൊന്നും സ്വന്തമാക്കാൻ സാധിച്ചില്ല. ഇന്ത്യക്ക് വേണ്ടി വിരാട് 108 പന്തിൽ 124 റൺസ് നേടിയപ്പോൾ ഹർഷിത് റാണ 43 പന്തിൽ 52 റൺസ് സ്വന്തമാക്കി. നിതീഷ് കുമാർ റെഡ്ഡിയും വിരാടിന് മികച്ച പിന്തുണ നൽകി. ബാക്കി ബാറ്റർമാർക്കൊന്നും തിളങ്ങാനായില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൺസർവേറ്റീവ് പാർട്ടിക്കും ലേബർ പാർട്ടിക്കും കനത്ത ആശങ്കയായി റിഫോം UKയിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്ക്. നേതാക്കളുടെ കൂടുമാറ്റം വിനയായി കൺസർവേറ്റീവ് പാർട്ടി നേതൃത്വം. റോസിൻഡൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ റിഫോം UKയിലേക്ക് ചേക്കേറുന്ന മൂന്നാമത്തെ പ്രധാനിയായ ടോറി നേതാവ്.
ഷാഗോസ് ദ്വീപ് സമൂഹത്തിന്റെ കാര്യത്തിൽ ടോറി നേതാക്കളുടെ നുണകളും വഞ്ചനയും തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹം പാർട്ടി വിട്ടതെന്ന് ഫരാഖ്. രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറി ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ. സാമ്പത്തിക രംഗത്ത് വരാൻ പോകുന്ന ചില മാറ്റങ്ങൾ 2026 ഏറെ പ്രധാനപ്പെട്ട ഒരു വർഷമാക്കി മാറ്റും. സാധാരണക്കാർക്ക് സന്തോഷം നൽകുന്ന മാറ്റവുമായി നാഷണൽ ലിവിംഗ് വേജിൽ വരുന്ന വർധനവ്. 21 വയസ്സിനും അതിനു മുകളിലുമുള്ളവർക്ക് 4.1% നാഷണൽ ലിവിംഗ് വേജസ് വർധനവ്. വരുമാന നികുതി നൽകേണ്ടുന്ന വരുമാന പരിധി വർദ്ധിപ്പിക്കാത്തത് പലർക്കും പാരയാകുമെന്ന് ആശങ്ക. സാധാരണ നിരക്കിൽ നികുതി നൽകുന്ന പലർക്കും ഇനി മുതൽ നൽകേണ്ടതായി വരുന്നത് 40% നികുതി. ബ്രിട്ടനിൽ താമസമാക്കിയ വിദേശികൾക്കും ഒപ്പം അവരുടെ തൊഴിൽ നായകർക്കും വളരെ പ്രധാനപ്പെട്ട വർഷമായി 2026. കോർപ്പറേറ്റുകൾക്ക് ഏറെ നിർണായകമായ വർഷമായി 2026 മാറും. കാരണം കുടിയേറ്റ നിയമത്തിലെ ഭേദഗതികൾ. ഫെബ്രുവരി 25 മുതൽ ബ്രിട്ടൻ സന്ദർശിക്കുന്നതിന് വിസ ഒഴിവായ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പോലും ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ നടപ്പാക്കുന്നത് പോലുള്ള നടപടികൾ കുടിയേറ്റം ഏറെ ക്ലേശകരമാക്കുമെന്നും വിലയിരുത്തൽ. PR-നുള്ള സമയപരിധി നീട്ടാനുള്ള നീക്കവുമായി സർക്കാർ. തെക്കൻ സ്പെയിനിൽ 2 അതിവേഗ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ 21 മരണം. ഗുരുതരമായി പരിക്കേറ്റത് 73 പേർക്ക്. രക്ഷാപ്രവർത്തനം തുടരുന്നു. 2024 അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ അധികാരത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ നിർണായക പങ്കുവഹിച്ച ലാറ്റിനോ വോട്ടർമാർക്കിടയിൽ അതൃപ്തി. മാറ്റം വരാത്ത സമ്പദ് വ്യവസ്ഥയും വിലക്കയറ്റവും ലാറ്റിനോ വോട്ടർമാർക്കിടയിൽ നിരാശയ്ക്ക് കാരണം. സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന രീതിയിലും വിലക്കയറ്റ നിയന്ത്രണത്തിലും ട്രംപ് പരാജയപ്പെട്ടുവെന്ന് ആരോപണം. ട്രംപിന്റെ കടുത്ത കുടിയേറ്റ നടപടികളെ എതിർത്ത് 70% ലാറ്റിനോകളും രംഗത്ത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ തിങ്കളാഴ്ച ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനും തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും. ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കാൻ ഡൽഹി. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര പ്രഖ്യാപനം. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം തടഞ്ഞ നടപടിയിൽ പ്രതിഷേധിച്ച് ബദൽ ദേശീയ പുരസ്കാരവുമായി തമിഴ്നാട് സർക്കാർ. മലയാളം ഉൾപ്പെടെ 7 പ്രധാന ഇന്ത്യൻ ഭാഷകളിലും തമിഴിലും മികച്ച സാഹിത്യ സൃഷ്ടികൾക്ക് ഇനി തമിഴ്നാട് സർക്കാർ പുരസ്കാരം നൽകുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. സെമ്മൊഴി സാഹിത്യ പുരസ്കാരം എന്ന് പേരിട്ടിരിക്കുന്ന അവാർഡിന് സമ്മാനമായി ലഭിക്കുക 5 ലക്ഷം രൂപയും ഫലകവും. ഡിസംബർ 18 ഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപനം അവസാന നിമിഷം തടഞ്ഞത് സാംസ്കാരിക മന്ത്രാലയം. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിനോട് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മന്ത്രിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയെന്ന് VD സതീശൻ. സജി ചെറിയാന്റേത് വിദ്വേഷ പ്രസ്താവനയാണെന്നും വർഗീയത ആളിക്കത്തിക്കുന്നത് തലമുറകളുള്ള ക്രൂരതയാണെന്നും തുറന്നടിച്ച് പ്രതിപക്ഷ നേതാവ്. വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ. പറഞ്ഞതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ചില മാധ്യമങ്ങൾ കൊടുത്തതെന്ന് മന്ത്രി. കേരളത്തിലെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും വിമർശനം. RSS ഉയർത്തുന്ന ഭൂരിപക്ഷ വർഗീയതയെ വളർത്താൻ കഴിയുന്ന സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.